welcome back to my channel. അപ്പോൾ ഇന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണ് മുഖത്ത് പൊട്ടിയൊന്നും ഇടാത്തത്, അല്ലെങ്കിൽ 1 കിലോ പൊട്ടിയൊക്കെ ആയിട്ട് വരാറുള്ളതല്ലേ, കുറേ ലിപ്സ്റ്റിക്കൊക്കെ പൊട്ടി വരാറുള്ളതല്ലേ, ഇന്ന് എന്താണ് ഇതൊക്കെ ഇടാത്തതെന്നൊക്കെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് ലുക്കാണ്, കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. വളരെ ഈസി ആയിട്ട്, ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയിട്ട് ടപ്പേന്ന് പറഞ്ഞ് ഈസിയൊക്കെ ആയിട്ട് എങ്ങനെ ഒരുങ്ങാം, നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ എങ്ങനെയൊക്കെ ഒരുങ്ങി പോവാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. 100 രൂപയിൽ താഴെയുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷാണ്. ഇതാകെ 15 രൂപയേ ഉള്ളൂ, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ നമ്മുടെ ബാഗിലൊക്കെ എപ്പോഴും കരുതി വയ്ക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. എപ്പോഴും ബാഗിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. കുഞ്ഞു ട്യൂബാണ്, 15 രൂപയേ ഉള്ളൂ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നമുക്കൊരു 2 ആഴ്ചയൊക്കെ എന്തായാലും ഇത് നിൽക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടിടയ്ക്കൊക്കെ ചെയ്യാം കോളേജ് സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തത്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നിവിയയുടെ ലിപ് ബാം ഇട്ട് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ലിപ്പിൽ ഒന്ന് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പല്ല് തേക്കണം, ബ്രഷൊക്കെ ഇല്ലേ, അതുകൂട്ട് ബ്രഷ് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം റിമൂവ് ആയിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണത്. അപ്പം ഞാൻ അതുപോലെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഡൈ ടെക്സ്ചർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണത്. ഇത് എപ്പോഴും നമ്മൾ ചെയ്യണം. ഇപ്പം മേക്കപ്പ് ഒന്നും ഇടാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം മസ്റ്റായിട്ടും ഇടേണ്ട ഒരു സംഭവമാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേച്ചേഴ്സിൻ്റെ അലോവേര ജെല്ലാണ്. ഇതിൽ അലോവേര ജെല്ലും വിത്ത് നീമാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ഡൂയി സ്കിൻ കിട്ടുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനാകെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. അപ്പം ഇതെന്തായാലും 100 രൂപയിൽ താഴെയാണ്. 100 രൂപ താഴെയല്ല, 100 രൂപയാണ്. അയ്യോ, താഴെ പോയി. ഓക്കെ, ഇതിനപ്പം 100 രൂപയാണ്. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യണത് എന്താണ്, ഫൗണ്ടേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫൗണ്ടേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്. ഇതിനാകെ റേറ്റ് വന്നത് 67 റുപ്പീസാണ്. അപ്പം ഇതിൽ ഇവർ എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ്, പിന്നെ ലൈറ്റ് മേക്കപ്പ് ഗ്ലോ, വൈറ്റമിൻ എൻറിച്ച്ഡ് ക്രീം ആൻഡ് ലൈറ്റ് ഫൗണ്ടേഷൻ, പിന്നെ SPF 30 ഉണ്ട്, PA++ ആണ്. അപ്പോൾ SPF 30 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ സൺസ്ക്രീനൊക്കെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ്. സൺസ്ക്രീൻ ലോഷനായിട്ടും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന സ്പോട്ടൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ടൊരു കവറേജൊക്കെ കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യണ ഇതാണ്. ഇത് അടിപൊളി സാധനമാണ്, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ബെസ്റ്റാണ്. അതുപോലെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മുടെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ടെടുക്കാം. ചെറിയ ട്യൂബാണ്, നേരത്തെ ഫേസ് വാഷ് കാണിച്ച പോലെ തന്നെ ചെറിയ ട്യൂബാണ്. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എൻ്റെ ഇവിടെയൊക്കെ കുറച്ച് പിമ്പിൾസിൻ്റെ പാടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇച്ചിരി കാര്യമായിട്ട് ഞാൻ പരട്ടിയത്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് കൈ കൊണ്ട് വരാൻ മതി, ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കണ്ണിന് ചുറ്റും. അപ്പം ഞാൻ അവിടെ കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കവറാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായിട്ട് കിട്ടാവും. ഇതിന് മുമ്പ് ഇവിടെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടല്ലേ ഇരുന്നത് പാട്, ഇപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഏരിയയിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബ്ലഷും ഐഷാഡോ ലിപ്സ്റ്റിക്കും കൂടി 3 in 1 എന്നുള്ളൊരു പ്രോസസ്സിലാണ്. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് ലിപ്സ്റ്റിക് തന്നെയാണ്. ബ്ലഷായിട്ടും ഐഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക്കായിട്ടും അപ്ലൈ ചെയ്യാൻ പോണത്.
അപ്പോൾ ഇത് കോളേജ് സ്റ്റുഡൻസിന് ഒരു ഈസി ടിപ്പാണ്. മിക്കവരും ചെയ്യേണ്ടാവുമായിരിക്കും, എന്നാലും ചെയ്യാത്തവർക്ക് ഇതൊരു അടിപൊളി ടിപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിന് മാച്ച് ചെയ്ത ഒരു ഷെയ്ഡ് നമ്മുടെ ഫേസിന് കിട്ടും. നമ്മൾ വേറെ ഐ ഷാഡോ പാലറ്റിൽ നിന്നൊന്നും നമ്മളെടുത്ത് അപ്ലൈ ചെയ്യണ്ട. നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ അടിപൊളി കളറാകുമ്പോൾ മുഖത്തൊരു അടിപൊളി ലുക്കായിരിക്കും. കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ഞാൻ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ബ്രഷ് ഒന്നും ഉണ്ടാവത്തൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മളപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റെഡിഷ് ഒരു പിങ്കിഷ് കളറൊക്കെ ഇല്ലേ. ഇനി ഇത് സെയിം തന്നെ നമുക്ക് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ സെയിം കളർ ഇടാനുണ്ടോ. ഇപ്പോൾ ചില തവണയൊക്കെ നമ്മൾ ഐ ഷാഡോ ഒരു കളറ് ഒരു മാച്ച്, ഇപ്പോൾ റോസ് കളർ ഐ ഷാഡോയ്ക്ക് റെഡ് കളർ ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരു രസം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കളർ തന്നെയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ഇരിക്കും. പിന്നെ ഭയങ്കര ഈസി ആയിട്ടും ചെയ്യാം. കോളേജ് സ്റ്റുഡൻസിന് ക്ലാസ്സിൽ പോകുമ്പോൾ അതൊക്കെ ഇട്ട് സമയമൊന്നും കളയണ്ട. പടയെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. കണ്ടോ? ഓക്കെ, അപ്പം ഇത് സെറ്റിങ്ങിനായിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് പൗഡർ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ കോമ്പൗണ്ട് പൗഡറാണ് യൂസ് ആക്കുന്നത്. 72 rupees മുതൽ കോമ്പൗണ്ട് പൗഡർ ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുവഴി നോക്കി വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം ചെയ്യണത് ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ് അപ്ലൈ ചെയ്യണത്. കോമ്പാക്ട് പൗഡർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റാവും നമ്മുടെ മേക്കപ്പ് എപ്പോഴും. അപ്പോൾ സിമ്പിളാണെങ്കിലും കുറച്ച് കൂടിയ ടൈപ്പ് ആണെങ്കിലും നമ്മുടെ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പാക്ട് പൗഡർ നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇല്ല, ജസ്റ്റ് ആ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ കണ്ണിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യണത്. പിന്നെ ഈ മൂക്കിൻ്റെ ഇടയിൽ ചുണ്ടിൻ്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിലും പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പം അതൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഫൗണ്ടേഷൻ ഒന്ന് ഇളകിയൊന്നും പോകാണ്ട് ഫുൾ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റിംഗ് പൗഡർ ഇടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇനി അപ്ലൈ ചെയ്യാൻ പോണത് ഐലൈനർ ആണ്. അപ്പോൾ ഇത് ഐലൈനർ പെൻസിലാണ്. ഡാസ്ലറിൻ്റെയാണ്. 40 rupees ഇതിനകത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് താഴെ മുകളിലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാട്ട് ഐലൈനർ പെൻസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത്. അതാകെ 40 രൂപയുള്ളൂ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാം, വേഗം ഇടാം. ഐലൈനർ ആകുമ്പോൾ ഇങ്ങനെ ഇടണം, ഉണക്കാനായിട്ട് വെക്കണം. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, ഫുൾ സെറ്റ്. കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത കണ്ണ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഐസ് രണ്ടും ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഐലൈനർ ലിക്വിഡ് ആയിട്ടുള്ളതാണ് കുറച്ചും കൂടി ഈസി എങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ചെറിയൊരു ബോട്ടിലിന് ആകെ 35 രൂപയേ ഉള്ളൂ. അപ്പം നമുക്കിനി ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണുള്ളൂ. എനിക്കങ്ങനെ ഐബ്രോസ് ഒരുപാട് ഇങ്ങനെ കറുപ്പിച്ച് എഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർക്ക് പലർക്കും പല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ടല്ല എഴുതുന്നത്, ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. എലാനോ കളിക്കുന്ന സൗണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഐബ്രോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് എടുത്തേണത് മേബിലിൻ്റെ ഫിറ്റ് മീ എന്നുള്ള ലിപ്സ്റ്റിക്കാണ്. പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ സംഗതി ചാത്തനാണ്. ഓക്കെ, ഇതിനാകെ റേറ്റ് വന്നത് ഒരു 120 ആണ്. അപ്പോൾ 20 rupees മാത്രം ഇതിന് കൂടിയുണ്ട്. ബാക്കിയൊക്കെ 100-ന് താഴെയാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡും ഒരു റെഡ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു റോസ്, ആ ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഒരു ലിക്വിഡ് മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ചൂസ് ചെയ്തേക്കണത്. എനിക്കെന്തോ ആ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളത് കുറച്ചും കൂടി എനിക്ക്
എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്താണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കളറ് നിങ്ങൾക്ക് ബ്ലഷായിട്ട് വേണമെങ്കിൽ ഈ കളർ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു കുറച്ചും കൂടി ഒരു ന്യൂഡ് റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ ബ്ലഷിനും ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്തത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഹെയർ സ്റ്റൈൽ എന്താ സിമ്പിളായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഹെയർ ബാൻഡ് കഴിഞ്ഞ ദിവസം കൊച്ചി പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. 40 രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തലമുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയണം. ജട ഒട്ടും കൊണ്ടു നടക്കരുത് കേട്ടോ, ഹെയറിനൊട്ടും കൊള്ളത്തില്ല. പിന്നെയും ജട കൂടിക്കൊണ്ടിരിക്കും. അപ്പം ജട എപ്പോഴും നമ്മൾ കളഞ്ഞ് മുടിയൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ എൻ്റെ ഈ മുടി വളർന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു എണ്ണയുടേത്. അപ്പം കാണാത്തവരത് പോയി കണ്ടു നോക്കണേ, ഞാൻ കാർട്ടിൽ ഇട്ടേക്കാം അത്. അപ്പം മുടി നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പിന്നി മെടഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു സൈഡിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ അഴിച്ചൊക്കെ ഇട്ട് പോകണം എന്നുണ്ടെങ്കിൽ അഴിച്ചിടാം. അല്ല കൂട്ടി കെട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബുഷോ അല്ലെങ്കിൽ ബനാന ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കൂട്ടി കെട്ടാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ കൂട്ടിയാണ് കെട്ടിയാണത്. എനിക്ക് അഴിച്ചിടലിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഹെയർ കൂട്ടിയാണ് കെട്ടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ചിടണം എന്നുണ്ടെങ്കിൽ അഴിച്ചിടാവുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല. ആണോ, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പിന്നിട്ട ഷെയ്ഡും ഈ സൈഡിൽ നിന്ന് കുറച്ച് കയറ്റിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ പിരിച്ച് വെച്ചാണ്. അതാണ് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈല്. അപ്പം നമുക്ക് ഇനി ഒരു പൊട്ടുകൂടി തൊട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോളേജ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ഹാക്കാണ്. ഒരുപാട് ഹൈ ലെവലിലുള്ള മേക്കപ്പ് ആയിട്ട് ഇതിനൊരിക്കലും കരുതരുത്. സിമ്പിളായിട്ട് നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടുണ്ട് എന്നാൽ ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് കാണിച്ചത്. ഹൈ ലെവലിലായിട്ട് ഇത്രേ ഉള്ളൂ എന്നൊന്നും ആരും വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.